എന്താണ് മൈൻഡ്ഫുൾനെസ്? നമ്മൾ കുറേ പേർക്ക് മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് അറിയാം അല്ലേ? മൈൻഡ്ഫുൾനെസ് ശരിക്കും പ്രാക്ടീസ് ചെയ്താൽ യു വിൽ ബി ദ ബെറ്റർ യു. ഇപ്പോൾ ഉള്ള നിങ്ങളെക്കാൾ കുറച്ചും കൂടി നല്ല നിങ്ങളെ കിട്ടുമെന്നാണ് പറയുന്നത്. ശരി തന്നെയാണ് കേട്ടോ. ഞാനൊരു 4 ഇയേഴ്സ് ബാക്കാണ് വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് മനസ്സിലാക്കിയത്. ഇപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഐ തോട്ട് ടു ഷെയർ മൈ തോട്ട്സ് വിത്ത് യു. നിമിഷങ്ങൾ അറിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിൽ അവെയർ ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, ഒരു വ്യക്തി നടക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടും അറിഞ്ഞ് നടക്കണമെന്നില്ല. അയാളുടെ വർക്കിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മൈൻഡിൽ ഉണ്ടാവുക. പക്ഷെ നമ്മുടെ നേച്ചറിനെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ മൊമെൻറ്റിലാണ് ജീവിക്കുന്നത്. നമ്മൾ പാസ്റ്റിനെ ആലോചിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചോ ജീവിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു പ്രസന്റ് എന്ന മൊമെന്റിലെ ആ മൊമെന്റിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, ഇതൊക്കെ എന്താ നോട്ടീസ് ചെയ്യാനുള്ളത് എന്നല്ലേ. ലിറ്റിൽ തിങ്സ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ലിറ്റിൽ മൊമെന്റ്സ്, ചെറിയ ചെറിയ മൊമെന്റ്സ്, അത് ചെറുതല്ല കേട്ടോ. അത് നമ്മുടെ ലൈഫിനെ കുറേ അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പാസ്റ്റിലാണ് ജീവിക്കുന്നത്. പിന്നെ അതും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത്. ടോട്ടൽ കയോസാണ് മൈൻഡിൽ. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്. ഇനി നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നല്ലതല്ലെങ്കിൽ നമ്മൾ അതിനെ ആലോചിച്ച് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ആലോചിച്ചിരിക്കും. എന്തിനാണ് അവരെന്നോട് അങ്ങനെ പറഞ്ഞത്? എന്താണ് അവരെന്നെ മൈൻഡ് ചെയ്യാത്തത്? എന്താണ് അവരെന്നെ ഒറ്റപ്പെടുത്തിയത്? എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്നത്? മറ്റുള്ളവർക്ക് ഇതിനേക്കാൾ നല്ല സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ഇങ്ങനെ ആ പ്രസന്റ് മൊമെന്റിലും പാസ്റ്റിലെയോ അല്ലെങ്കിൽ നടക്കാതെ പോയ സന്ദർഭങ്ങളെയോ ആലോചിച്ചിരിക്കുന്നതും അല്ല മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് ക്രിയേറ്റ് പീസ് ഓഫ് മൈൻഡ് വിത്തിൻ യു. മൈൻഡ്ഫുൾനെസ്സിൽ നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. വാട്ട് എനർജസ് യു? എന്താണ് നിങ്ങളുടെ ഉള്ളിലെ എനർജി കൊണ്ടുവരുന്നത്? വാട്ട് എനർജൈസസ് യു? നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഊർജ്ജസ്വലത എന്താണ് ഇന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും ഡള്ളായിട്ടിരിക്കുകയാണോ ഇതൊക്കെ കേട്ടിട്ടും? എങ്കിൽ തിരിച്ചു പോവാം. എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു എനർജീനെ റീക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? റിട്ടേൺ ഇറ്റ് ബാക്ക്. അത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിന്റെ ഒരു കാര്യമാണ് കേട്ടോ. ദെൻ ദ നെക്സ്റ്റ് തിങ്, വാട്ട് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. നിങ്ങൾ എന്തിലാണ് കൂടുതൽ നന്ദിയോടുകൂടി ഓർക്കുന്നത്? ഈ നിമിഷത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നുണ്ടോ? കാരണം നിങ്ങൾക്ക് നന്നായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ടാണ് എന്നെ കേൾക്കുന്നത്. സോ ദർ ഇസ് എ തിങ്, സംതിങ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ അല്ലേ? ആ ഒരു സംഭവം നമ്മളുടെ ഉള്ളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കണേ എനിക്കിപ്പോൾ ഒന്നും ഗ്രേറ്റ്ഫുൾ ആവാനില്ല, നന്ദിയോട് കൂടി ഓർക്കാൻ ഇന്നൊന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നു എങ്കിൽ വീണ്ടും ഗോ ബാക്ക്, റിട്ടേൺ ബാക്ക് ആൻഡ് തിങ്ക് വാട്ട് മേക്സ് യു മോർ ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേ. ഇന്ന് എന്താണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ് കേൾക്കാൻ പറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോഴായാലും നമുക്ക് ഇഷ്ടപ്പെട്ട സോങ്ങുകൾ കേൾക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ഗ്രേറ്റ്ഫുൾ മൊമെൻറ്റ് തന്നെയല്ലേ? വാട്ട് ഈസ് നോട്ട് വർക്കിംഗ്? എന്താണ് എനിക്ക് ഇന്ന് ശരിയാവാതിരുന്നത്? ആൻഡ് വൈ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്? ഇനി പ്രസൻറ്റ് മൊമെൻറ്റിനെ ജോയ് ആൻഡ് ഹാപ്പിനെസ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് യു വിൽ സീ മിറാക്കിൾസ്. നമ്മുടെ ഉള്ളിലുള്ള ആ ടെൻഷൻസ് ഒക്കെ മാറുന്നു. നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. ദ എനർജി ഈസ് വിത്തിൻ യു ആൻഡ് ദ പവർ ഈസ് വിത്തിൻ യു. നമ്മൾക്ക് തന്നെ നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ പാഠമാണ് ഞാൻ പഠിച്ചത് കേട്ടോ. ഇത് ഞാൻ 4 വർഷം മുൻപ് ഒരു സ്കോളറിൻ്റെ ഒരു പണ്ഡിതൻ്റെ കേട്ട വേർഡാണ് മൈൻഡ്ഫുൾനെസ്. ആൻഡ് ഹീ ടോൾഡ് മീ ടു റിസർച്ച് ഓൺ ദാറ്റ് വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് എന്ന് റിസർച്ച് ചെയ്ത് നിങ്ങൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. ഇനി എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് ഈ വേർഡ് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ യു ഗോ ഓൺ റിസർച്ചിങ് ഓൺ ദിസ് വേർഡ് മൈൻഡ്ഫുൾനെസ്. എങ്ങനെയൊക്കെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം? നല്ലൊരു ബീച്ച് പോയി, അപ്പോഴും നമ്മൾ ടെൻഷൻസ് ആലോചിച്ചിരിക്കുകയാണ്. ഈ ബീച്ച് ഇത്രയും അടുത്തുണ്ടായിട്ട് ഞാൻ ഇത്ര നാളും ഇവിടെ വന്നില്ലല്ലോ, വൈ ഡിഡ് ഐ മിസ് ദിസ് ബീച്ച് എന്നീ ആലോചിച്ചിരുന്ന് വീണ്ടും പഴയതിലേക്ക് പോയി ടെൻഷൻ അടിച്ചിട്ട് ആ ബീച്ചിലത്തെ ആ മൊമെൻറ്റ്സ് ഇല്ലേ, സൺസെറ്റ് ആവട്ടെ സൺറൈസ് ആവട്ടെ, നമ്മൾ ആ മൊമെൻറ്റിനെ ആസ്വദിക്കുന്നില്ല. വെൻ വി ആർ എൻജോയിങ് ദ മൊമെൻറ്റ്, അപ്പോഴാണ് നമ്മുടെ മൈൻഡ് ഹാപ്പി ആവുന്നത്.
ഇനി ഇതൊന്നുമില്ലെങ്കിലോ മൈൻഡ് എപ്പോഴും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഈ ടെൻഷൻ അടിക്കുമ്പോൾ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ബോഡിയിൽ കുറേ മാറ്റങ്ങൾ, സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള കുറേ ഡിസീസസ് വരും. അതായത് ഇൻഫ്ലമേഷൻ പോലെയോ അലർജി പോലെ അങ്ങനെ കുറേ അസുഖങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഓ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, ഇതിലൊക്കെ എന്ത് സന്തോഷിക്കാനുള്ളതെന്ന്. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാജിക്കൽ മൊമെന്റ്സിലെ അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് കേട്ടോ. നമ്മൾ എത്ര ഒറ്റയ്ക്കിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായി, വൈ മൈ പാസ്റ്റ് വാസ് ലൈക്ക് ദിസ്, ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ നല്ല നിമിഷങ്ങളെ തന്നെ സ്പോയിൽ ചെയ്യാണ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ധാരാളം ഗുണങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ അവെയർ ആവുക എന്നുള്ളത് കൂടാതെ അത് ആസ്വദിക്കാനും കൂടി പഠിക്കും. മൈൻഡ് ഈസ് നോട്ട് ഫുൾ. നമ്മുടെ ഫുള്ളായിട്ട് മൈൻഡിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ തിരികെ കയറ്റില്ല. മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ആ ഒരു പരിപൂർണ്ണ ശ്രദ്ധയോടുകൂടി ആ മൊമെൻറ്റിനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ധാരാളം ഗൈഡഡ് മെഡിറ്റേഷൻസും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറേ ഓഡിയോസ് നമുക്ക് കിട്ടും. അപ്പം അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആങ്സൈറ്റിയിൽ നിന്നൊക്കെ മാറാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു ആകാശം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളാണ് ആകാശം. ബാക്കിയെല്ലാം വന്നു പോകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലെ നമ്മുടെ ചുറ്റും പലതും വന്നു പോകും. അതൊന്നും ആലോചിച്ചിരിക്കേണ്ട. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. ക്രിയേറ്റ് മാജിക് ഇൻ യുവർ ലൈഫ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈഫിനെ ഈസി ആയിട്ട് എടുക്കും. ഓരോ ദിവസവും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ഫോർ ലിറ്റിൽ തിങ്സ് ആൻഡ് ഡോണ്ട് സ്ട്രെസ് ഓവർ വാട്ട് യു കനോട്ട് കൺട്രോൾ. നമ്മുടെ കയ്യിലില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ അതിനെ ആലോചിച്ച് സ്ട്രെസ് എടുക്കണം. ഇഫ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്സ് ഇറ്റ് ഡിസേർവ്സ് ഫ്രീഡം ഫ്രം യുവർ മൈൻഡ് ടു എന്ന് ഞാൻ ഈ അടുത്ത് വായിച്ചിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ആലോചിച്ച് വിഷമിച്ച് കഷ്ടപ്പെട്ട് ഇതൊക്കെ എനിക്കും അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊന്നും എനിക്ക് പുതുമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി എനിക്ക് തന്നെ ഒരു ഹീലിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇനി ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക ആൻഡ് ക്രിയേറ്റ് മാജിക് ഇൻ യുവർ ലൈഫ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ തോട്ട്സിനെ റെക്കഗ്നൈസ് ചെയ്യുക. വാട്ട് ബോദേഴ്സ് യു റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തോട്ടിനെ നമ്മൾ ഒരു റിലാക്സിങ് ടൈം കൊടുക്കുക. അതിൻ്റെ റിവ്യൂ ചെയ്യുക. വാട്ട് ഷുഡ് മൈ റിയാക്ഷൻ ടു ദിസ് തോട്ട് ആൻഡ് വാട്ട് ഷുഡ് മൈ റെസ്പോണ്ട് ടു ദിസ് തോട്ട് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ബോദറിങ് യു അത് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ യുവർ ഹാൻഡ് ജസ്റ്റ് ലീവ് ഇറ്റ്, ലെറ്റ് ഇറ്റ് ഗോ ദ തോട്ട്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഡെയിലി ഡേ ടു ഡേ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുക, ആക്സെപ്റ്റ് യുവർ സെൽഫ് ആൻഡ് റിവ്യൂ യുവർ തോട്ട്സ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് benefiting for you, just let it go and create magic in your life. Practice mindfulness every day. You can do it. Thank you.